ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് അറിയാം. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ കേരള കോൺഗ്രസ് എമ്മോ അല്ലെങ്കിൽ എത്രയോ പാർട്ടികൾ UDF-നകത്തുള്ള പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട്. PV അൻവർ മത്സരിച്ചപ്പോൾ ഞാനിവിടെ കൈക്കാശ് മുടക്കി പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ ചായ വാങ്ങിച്ച് കുടിച്ചിട്ടില്ല. ഇപ്പം K. സുരേന്ദ്രൻ ആ പുള്ളി എനിക്ക് 3 കോടി രൂപ എൻ്റെ പുള്ളിക്ക് എനിക്കെന്തിനാ 3 കോടി ഇരുന്നേ? ഞാൻ ആ പുള്ളിയുടെ BJP-യിലേക്കല്ല, BJP-യിലോട്ട് ചെന്നാൽ 3 കോടി കിട്ടും, എനിക്കറിയില്ല കേട്ടോ. ചുമ്മാ അങ്ങനെ പ്രചരണം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം വീണ്ടും ഒരു മാറ്റത്തെക്കുറിച്ച് ഇപ്പം ചിന്തിക്കാത്തത്. എനിക്കെന്ന് തോന്നുന്നു ഈ കാല് മാറുന്ന രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ നിവൃത്തികളുടെ പുറത്ത് അങ്ങനെ ഞാൻ വരേണ്ടി വന്നു. കോട്ടയം ജില്ലയിൽ മോൻസ് ജോസഫ് കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ 2ാമത്തെ സീറ്റ് ഏറ്റവും അർഹനും യോഗ്യനും മഞ്ഞക്കടമ്പനാണ്. പക്ഷേ സീറ്റ് കിട്ടുകയില്ല കേട്ടോ. ഞാൻ ചോദിച്ചാൽ ഞാൻ മോൻസ് തമ്മിൽ അങ്ങനെ പ്രശ്നമില്ല. ഞാൻ എനിക്ക് വളരെ ആത്മബന്ധമാണ്. അല്ല, അത് നീ മോൻസ് പ്രശ്നമൊന്നും വേണ്ട, നിന്നെപ്പോലെ കൊള്ളാവുന്ന ഒരുത്തോടെ കോട്ടയം MLA പുള്ളി സമ്മതിക്കാറുണ്ട്. എൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലായെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. KM മാണി സാർ കഴിഞ്ഞാൽ KM മാണി സാറിൻ്റെ മകൻ മത്സരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിപ്പോയി. ഈ കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളുണ്ടോ? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് അറിയാം. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ കേരള കോൺഗ്രസ് എമ്മോ അല്ലെങ്കിൽ എത്രയോ പാർട്ടികൾ UDF-നകത്തുള്ള പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് പോകാത്ത ഞാൻ ചോദിച്ചാൽ അതിന് കാരണം ഞാൻ UDF വിടേണ്ടി വന്നു. എൻ്റെ കുഴപ്പം കൊണ്ടല്ല, എനിക്ക് നിവൃത്തിയില്ല, ഞാൻ വിട്ടപ്പോൾ ഞാൻ വഴിതെറ്റിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ എനിക്ക് BJP-കാരൻ്റെ അടുത്ത് വന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ അവിടെ BJP-യുടെ മുന്നണി ഭാഗമായി മാറേണ്ടി വന്നു. അവിടുന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചത് അൻവറിൻ്റെ കൂടെ പോകുന്നു. ആളുകൾ പറയും ഇവരെന്നാ BJP-കാരൻ്റെ പൈസ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോയി, ഇപ്പം അൻവർ വെച്ച പൈസ കൊടുത്തപ്പോൾ ഇങ്ങോട്ട് പോയി. ഈ ആരോടാണ് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ കിട്ടത്. 100-ന്റെ വെള്ളിത്തുട്ട് അല്ല എനിക്ക് കിട്ടിയിട്ടില്ല. PV അൻവർ മത്സരിച്ചപ്പോൾ ഞാനിവിടെ കൈക്കാശ് മുടക്കി പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഞാൻ ചായ വാങ്ങിച്ച് കുടിച്ചിട്ടില്ല. ഇപ്പം K. സുരേന്ദ്രൻ ആ പുള്ളി എനിക്ക് 3 കോടി രൂപ എൻ്റെ പുള്ളിക്ക് എനിക്കെന്തിനാ 3 കോടി ഇരുന്നേ? ഞാൻ ആ പുള്ളിയുടെ BJP-യിലേക്കല്ല, BJP-യിലോട്ട് ചെന്നാൽ 3 കോടി കിട്ടും, എനിക്കറിയില്ല കേട്ടോ. ചുമ്മാ അങ്ങനെ പ്രചരണം ഉള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇപ്പം വീണ്ടും ഒരു മാറ്റത്തെക്കുറിച്ച് ഇപ്പം ചിന്തിക്കാത്തത്. എനിക്കെന്ന് തോന്നുന്നു ഈ കാല് മാറുന്ന രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ നിവൃത്തികളുടെ പുറത്ത് അങ്ങനെ ഞാൻ വരേണ്ടി വന്നു. ഈ പുതിയ യാത്രയുമായി ബന്ധപ്പെട്ട് സജി മഞ്ഞക്കടമ്പനെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് മോൻസ് ജോസഫിൻ്റെ ഒരു പ്രസ്താവനയൊക്കെ വന്നു. മോൻസ് ജോസഫ് പ്രസ്താവനയല്ല, എന്നെ പാലാ MLA മാണി സി കാപ്പൻ എന്നെ വിളിച്ചു. സജി പുതിയ യാത്രയുടെ ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് കൊണ്ട് വരണമെന്ന് തോന്നുന്നു. എനിക്ക് ചെല്ലാൻ വേണ്ടി ബുദ്ധിമുട്ട്. ജോസഫ് ഗ്രൂപ്പിൻ്റെ ആഫീസിലുവാ, ഞാൻ തന്നെ സൃഷ്ടിച്ച ജോസഫ് ഗ്രൂപ്പിൻ്റെ ആഫീസാണ് പറയാം. എന്നാലും മാണി സി കാപ്പൻ വിളിച്ചിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ അത് മഞ്ഞക്കടമ്പൻ പാര വെക്കുന്നു, അല്ലെങ്കിൽ മാണി സി കാപ്പൻ ഇലക്ഷൻ വരാൻ പോവുക, തെറ്റാളും കൂടി ഞാൻ അവിടെ ചെന്നു. ഞാനവിടെ കയറിയിരുന്നു. പെട്ടെന്ന് ഞാൻ ഒരു വാക്ക് സംസാരിച്ചു, ഞാൻ ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം രാവിലെ മാണി സി കാപ്പൻ മഞ്ഞക്കടമ്പ അതൊരു ചെറിയ കുഴപ്പം, നിങ്ങളുടെ പാർട്ടിക്കാരെ UDF-ലേക്ക് വിളിക്കാൻ മീറ്റിങ്ങിലേക്ക് വിളിക്കരുതെന്നാണ് എന്ന് പറഞ്ഞ് എനിക്ക് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഒരു ഇണ്ടാസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ അങ്ങയോട് പറഞ്ഞോ എന്നെ ക്ഷണിക്കാൻ? അങ്ങ് എന്നെ വിളിച്ചപ്പോൾ വരാതിരിക്കുന്ന മര്യാദയാണ് ഞാൻ വന്നു. അല്ല ഞാൻ വേറെ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് ജനങ്ങളോട് പറഞ്ഞു, മോൻസ് ജോസഫിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഞങ്ങൾ പുറത്തു നിന്ന് അഭിവാദ്യം അർപ്പിക്കും, വേദിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാർദ്ദിക്കുകയത്. നമ്മളെ വിളിച്ച് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ചെല്ലാൻ പറ്റുമോ? ഞാൻ UDF-ന്റെ ജില്ലാ ചെയർമാൻ ആളല്ലേ. അപ്പോൾ എനിക്കത് ആ വലിയൊരു ബുദ്ധിമുട്ടൊന്നുണ്ടായി. അതുകൊണ്ട് എങ്കിലും ഞാൻ പിന്നെ PV അൻവറിന് വേണ്ടി അവിടെ പ്രവർത്തിച്ച് ഞാൻ സജീവമായി അവിടെ നിന്നു. അല്ലാണ്ട് എനിക്ക് UDF-നോട് ഒരു വിരോധവും ഇല്ല. UDF-ലെ ഒരു ഘടകകക്ഷിയും എന്നോട് മാറിയിരിക്കാം. ഞാനിപ്പം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഒന്നുമല്ലോ, ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് അടക്കം ഞാനവിടെ ഏത് ഓഫീസിൽ ചെന്നാലും എന്നോട് വളരെ അനുകമ്പയോടും സ്നേഹത്തോടും കൂടി ഒരു UDF-കാരൻ എന്ന നിലയിൽ അവരൊക്കെ പെരുമാറിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ പാർട്ടി ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോകണമെങ്കിൽ ഇഷ്ടംപോലെ രാഷ്ട്രീയമായ സ്പേസുകളുണ്ട്. എനിക്ക് രക്ഷപ്പെടാം. അത് PV അൻവറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എനിക്ക് രക്ഷപ്പെടാം. അന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ എൻ്റെ അടുത്ത് വന്നു, സജി നീ ഇറങ്ങിക്കൂ, അൻവർ വഴങ്ങില്ല, നീ പോരെ, നിന്നെ ഞാൻ സംരക്ഷിക്കാം. അത് ചെറിയ നേതാക്കന്മാരൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ല, PV അൻവർ ഞാൻ ഒന്നിച്ചാണ് വരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങേരോടൊപ്പം നിൽക്കുകയത്. എനിക്ക് വേണം അന്ന് രക്ഷപ്പെടാം. അത് PV അൻവർക്കും അറിയാം. ഞാൻ പുള്ളി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം ചിലർ പറയാം അദ്ദേഹം വലിയ കുഴപ്പം, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അയാൾ എന്നോട് വളരെ മാന്യമായിട്ടുള്ള പെരുമാറിയിട്ടില്ല. അങ്ങേർക്ക് രാഷ്ട്രീയമായ ചില അബദ്ധങ്ങളോ ഒരുപക്ഷെ പറ്റി കാണും, അല്ലെങ്കിൽ ധാരണകൾ അദ്ദേഹത്തിന് തെറ്റിപ്പോയിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ തള്ളി പറയാൻ തയ്യാറില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഞങ്ങളെ വിളിച്ചു കൂട്ടി എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഞാനൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നു. അല്ലാണ്ട് ഇനി എനിക്കിപ്പോൾ അവർ വിളിച്ചാൽ അങ്ങോട്ട്, ഇവർ വിളിച്ചാൽ ഇങ്ങോട്ട് എന്ന് ഞാൻ എന്നെ പലരും വിളിച്ചിട്ടുണ്ട്, 2 ഭാഗത്തുനിന്നും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് എനിക്കുണ്ടെന്നുള്ളവർ എനിക്കിപ്പോഴും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 തവണ എനിക്ക് മാണി ഗ്രൂപ്പിലും പറ്റിയത്, ജോസഫ് ഗ്രൂപ്പിലും പറ്റിയത്.
എനിക്ക് തരേണ്ട സീറ്റല്ലേ പല പാർട്ടിയിൽ നിന്ന് കൊണ്ട് കൊടുത്ത്. ജോർജ് കുട്ടി ആശി ആരായിരുന്നു? പാർട്ടിക്ക് വെളി PC തോമസ് ശ്രമിക്കുന്ന ആളാണ്. ആ നിമിഷം വരെ പാർട്ടിക്കകത്തില്ല. വന്ന് പിടിച്ച് മെമ്പർഷിപ്പ് കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കുന്നു. തലയാഴ്ച വരെ ജോസ് കെ മാണിക്കൊപ്പം പ്രിൻസ് ലൂക്കോസിനെ പിടിച്ചിറക്കി ഇവിടെ സീറ്റ് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഈ മോൻസ് ജോസഫ് ഞാൻ തമ്മിൽ പ്രശ്നമൊന്നും ചോദിച്ചല്ലോ, ഒരു പ്രശ്നവുമില്ല. ഇതാണ് പ്രശ്നം. മോൻസിൻ്റെ ഒരു സുഹൃത്ത്, പേര് ഞാൻ പറയുന്നത് ശരിയില്ല, എന്നെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പ് എന്നെ വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു. മഞ്ഞക്കടമ്പ ഇല്ലത് കയറണം. ഞാൻ കയറി. മഞ്ഞക്കടമ്പ കോട്ടയം ജില്ലയിൽ മോൻസ് ജോസഫ് കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിന് രണ്ടാമത്തെ സീറ്റ് ഏറ്റവും അർഹനും യോഗ്യനും മഞ്ഞക്കടമ്പനാണ്. പക്ഷേ സീറ്റ് കിട്ടുകയില്ല കേട്ടോ. ഞാൻ ചോദിച്ചാൽ ഞാനും മോൻസ് തമ്മിൽ അങ്ങനെ പ്രശ്നമില്ല. ഞാൻ എനിക്ക് ഇവിടെ ആത്മബന്ധമാണ്. അല്ല അത് നീ മോൻസ് പ്രശ്നമൊന്നും വേണ്ട, നിന്നെപ്പോലെ കൊള്ളാവുന്ന എടുത്തോടെ കോട്ടയം MLA പുള്ളി സമ്മതിക്കാറുണ്ട്. അങ്ങനെ എടുത്തോടെ MLA അയാളുടെ ഗ്രേസ് പോകുമെന്നാണ് പുള്ളി ചിന്തിക്കുന്നത്. ഞാൻ ഉടനെ ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിലാണോ ഞാൻ പറയുന്നത്? ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവരോട് പോലും പറഞ്ഞവരോട് പോലും അവൻ്റെ പേര് മിണ്ടത്തില്ലോ. ഞാൻ പോയി ചെന്ന് നേതാവേ നമ്മളെ സഹായിക്കണേ, ആവശ്യം നമുക്ക് മത്സരിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ചാൻസിൽ അറിയാമല്ലോ. അതിനെന്നാ മഞ്ഞക്കടമ്പന് വേണ്ടി PJ ജോസഫ് പൂഞ്ഞാറ് സംവരണം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിച്ചു. പൂഞ്ഞാറ് സംവരണം ചെയ്തിട്ടില്ലെന്നാണ് ചോദിച്ചത് മഞ്ഞക്കടമ്പന് വേണ്ടി. എന്നിട്ട് മനസ്സിലാക്കിക്കോ, ജോസഫ് സാറ് അന്ന് പനിയായിട്ട് കൊറോണ ആയിട്ട് ആശുപത്രി കിടക്കുന്നു. ചർച്ചയ്ക്ക് പോയതാരാ? ഈ മാൻ്റെ അദ്ദേഹം പോയിട്ട് മഞ്ഞക്കടമ്പന് വേണ്ടി സംവരണം ചെയ്ത പൂഞ്ഞാറ് സീറ്റ് ആദ്യമേ കോൺഗ്രസിന് കൊടുത്തു. സംഭാവന മഞ്ഞക്കടമ്പന് വേണ്ടി സംഭരിച്ച് വെച്ച സാധനം കോൺഗ്രസിന് കൊടുത്തു. അപ്പം മഞ്ഞക്കടമ്പൻ ഔട്ട്. കാരണം പ്രിൻസ് ലൂക്കോസിന് ഏറ്റുമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പിടിച്ചിറക്കി കൊണ്ടുവന്നൊക്കെയല്ലേ. ആ പ്രിൻസ് ലൂക്കോസ് എങ്ങനെ മത്സരിക്കുന്നത് അറിയോ? ബോബി ലൂക്കോസ് സാറിന്റെ മകനാണല്ലോ പ്രിൻസ്, പഴയ കോൺഗ്രസ്. ബോബി ലൂക്കോസും ഈ AK ആന്റണിയൊക്കെ തമ്മിൽ ബന്ധമുണ്ട്. ഒരു പ്രാവശ്യം AK ആന്റണി സാറ് കോട്ടയത്ത് വന്നപ്പോൾ പ്രസംഗത്തിൽ ബോബി ലൂക്കോസിന്റെ മകനാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിച്ചു. ഇത് മുതലാക്കി മോൻസും കൂടെ അറിയാം. മോൻസ് കൂടെ ആന്ന് പ്രിൻസ് ലൂക്കോസിന്റെ അമ്മയും പ്രിൻസിനെയും കൂടെ AK ആന്റണി സാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. എന്റെ ഗതികേട് ഓർക്കണം. AK ആന്റണി സാറ് മഞ്ഞക്കടമ്പനെ എടുത്തുമില്ല, അറിയത്തുമില്ല. ആ പുള്ളി നേരെ PJ ജോസഫ് സാർ, അവസരപ്പച്ച എൻ്റെ ഒരു ആത്മസുഹൃത്ത് അവിടെ നിന്ന് കേൾക്കുക, അവസരപ്പച്ച നമ്മുടെ പയ്യൻ ലൂക്കാച്ചിൻ്റെ പയ്യനില്ലേ, അവനെ ഏറ്റുമാറ്റാൻ കൊടുത്തു, നമ്മൾ ജയിപ്പിക്കാം. ഇപ്പം പാവം അവസരപ്പച്ച സാറല്ല ജോസഫ് സാറ് ഇത് കേട്ട് ശബ്ദനായതല്ല. ഒരു MLA ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ AK ആന്റണി പറഞ്ഞപ്പോൾ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലോ, ശരിയെന്ന് പറഞ്ഞപ്പോൾ വാക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് എനിക്കിത് കടുംപെട്ട് വിട്ടേണ്ടത്. ജോസഫ് സാർ മനസ്സില്ലാ മനസ്സോടെയാ, അവരെ മാനസാറും എനിക്ക് ഇപ്പോഴും പറയുന്നു മനസ്സില്ലാ മനസ്സോടെ തന്നെ വെട്ടിയതാ. മാനസാർ എനിക്ക് സീറ്റ് തരണമെന്നുണ്ടായിരുന്നു, തരാത്തതിൽ മാനസാറ് ദുഃഖമുണ്ട്. സീറ്റ് കിട്ടാഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമോ, എന്നെ തേടി ഒരുപാട് പേര് വന്നു, എന്നെ ഒരുപാട് പേര് വന്നു. എനിക്ക് അവിടെ മാനസിക ബുദ്ധിമുട്ട്, വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ പറഞ്ഞു ഇത് KM മാണി നമ്മളെ ചതിച്ചാളെ, ഇനി എനിക്കത് തകർക്കണം എന്നാ, പാലായി മത്സരിക്കണം. എനിക്ക് KM മാണി സാറിനെതിരെ മത്സരിക്കുന്നു നാക്ക് കൊണ്ട് പറയാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ ഇത് നാട്ടുകാരെ ശല്യം വീട്ടുകാരെ ശല്യം പഠിച്ച് ഞാൻ ഒറ്റ വിടിയിൽ കോട്ടയത്ത് പോയി മൊബൈൽ സ്വിച്ച് വേണ്ടി ഞാൻ ഒറ്റ പത്രസമ്മേളനം, ഞാൻ പൂഞ്ഞാറിൽ റിവൽ സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ ചാനൽ ബ്രേക്ക് ചെയ്തല്ലോ. ഉടനെ എന്നെ ഫോൺ ഓണാക്കി മനസാറിൻ്റെ ഫോണല്ലോ. അപ്പോൾ എൻ്റെ അയലോക്കത്തൊരു മണ്ഡലം ബസ്സുണ്ട്. അന്ന് അയാൾ ആണെങ്കിൽ 2 വർത്തമാനം പറഞ്ഞേക്കാമെന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ നിലയ്ക്ക് മാനസാറാണ്. മോനെ സജീവ് മോനെ നീ എവിടെയാ? ഞാൻ കോട്ടയത്താ, എനിക്കിതിനെ ഇപ്പോൾ കാണണം. ഞാൻ എന്തിനാ സാറേ കാണുന്നത്? എനിക്കിതിനെ കാണും. ഞാൻ സാറേ ജോറിറ്റി ആവശ്യമുണ്ടോ അവരെ കാണും? ഞാൻ പൊക്കോളാം, ഞാനില്ല. അല്ല നിനക്ക് വരാൻ പണിയാണ്, ഞാൻ അങ്ങ് വരാം. ഞാൻ പറഞ്ഞു സാർ എന്നെ കാണാൻ വേണ്ടി ഇഞ്ഞ് വരണ്ട, സാറിന് എന്നെ കാണണമെങ്കിൽ ഞാനൊരു 10 മണിക്ക് ശേഷം അങ്ങ് വരാമെന്നുണ്ട്. എനിക്ക് ആ പുള്ളിയുടെ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് 2 ചാനലൊക്കെ കയറാറുണ്ട്. കയറിയുള്ളൂ പറയാതെ പോയിട്ട് പറഞ്ഞിട്ട് പോയി പുള്ളി എടുത്തിട്ട് പോയി. പിന്നെ നമുക്ക് പറയത്തില്ലല്ലോ, ഇതിന് യാഥാർത്ഥ്യം ഒന്നും പറയണ്ടേ. ഞാനാണ് പണിയെടുത്തവരെന്നും അപ്പുറേ നിന്ന് ചീത്ത വിളിച്ച് ഒരു സീറ്റ് കൊടുത്തു, ഞാൻ പെരുവഴിയെന്ന് പറയണ്ട. അത് പറഞ്ഞിട്ട് ഞാൻ വന്ന് മനസ്സാറെന്ന് പറഞ്ഞു, സജി മോനെ സി മേടിക്കണ്ട, നീ യൂത്ത് യൂത്ത് സാധനം നേരത്തെ തന്നെ എനിക്ക് ഇടണ്ട, അങ്ങനെ ടൈമുള്ള കിട്ടിയില്ല. പ്രിൻസ് ലൂക്കോസ് മാറിയില്ല, മാറാതെ തന്നു. അന്ന് പ്രിൻസ് ലൂക്കോസ് അങ്ങനെ ഒന്നിച്ചില്ല, മാറാതെ തന്നു. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് അന്ന് വേണ്ട എനിക്ക് കെട്ടിപ്പോയി. അപ്പോൾ പറഞ്ഞു നീ ഇപ്പോൾ യൂത്ത് ഫണ്ട് ആകും, അടുത്ത തവണ നീ മത്സരിച്ചിരിക്കുമെന്ന് സാർ വാക്ക് പറഞ്ഞു. ഞാനില്ലെങ്കിൽ ഇവനുണ്ടെന്ന് ജോസ് കെ മാണി എഴുതിക്കൊണ്ട് പറഞ്ഞു. ജോസ് കെ മാണി നിഷേധിക്കുമൊന്നുമില്ല. അത് കഴിഞ്ഞ് പാർട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും പ്രശ്നം അയാൾ മഞ്ഞക്കടമ്പൻ നിന്ന് കഴിഞ്ഞാൽ യൂത്ത് ഫണ്ടും സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തും അയാളാ പാലാ ഹിറ്റ് ചോദിക്കുന്നു ആരൊക്കെയോ പറഞ്ഞ് ഇല്ലാതെ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലായെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. KM മാണി സാർ കഴിഞ്ഞാൽ KM മാണി സാറിൻ്റെ മകൻ മത്സരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിപ്പോയി. കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ 3.5 പഞ്ചായത്തിൽ 10,000 കിലോ വോട്ട് കിട്ടി. അപ്പോൾ അതൊക്കെ ഈ ചില ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്തു. അവിടെ ഞാൻ ഒരു എന്നാ പറയുക, സിൻസിയറായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ. എനിക്ക് ഈ വക്രബുദ്ധി ഇല്ലാതെ പോയി. അതിന് ഞാൻ എല്ലാവരും വിശ്വസിച്ചു. ജോസഫ് സാർ എനിക്ക് സീറ്റ് തരും, മാണി സാർ തരും എന്ന് എനിക്ക് ഉറപ്പ് പറഞ്ഞു. ഞാനതൊന്ന് വിശ്വസിച്ചു. പിന്നെ ഞാൻ അതിന്റെ പുറകെ നടക്കുകയല്ലേ, മത്സരിക്കണ്ടേ. PCOനെതിരെ മത്സരിക്കുന്നത് 1.5-2 വർഷം ഞാൻ ഇവിടെ കിടന്ന് ഓടി. അതുപോലെ തന്നെ ഇപ്രാവശ്യം PJ എന്നോട് പറഞ്ഞു, സജി പൂഞ്ഞാറ് മത്സരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊന്ന് തീരുമാനിച്ചു,
സീറ്റ് പ്രഖ്യാപിച്ചിട്ടേ അങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ കാശ് മുടക്കിയില്ല അത്. അതുകൊണ്ട് അങ്ങനെ നഷ്ടം എനിക്കുണ്ടായി. സീറ്റ് വന്നപ്പോൾ ആമ്പിള്ളേർ അന്നേരം കോൺഗ്രസിന് കൊടുത്തു. ബാക്കിയുള്ള 3 സീറ്റ് കേരള കോൺഗ്രസ് മത്സരിച്ചു. മോൻസ് മാത്രം ജയിച്ചു. ഏറ്റുമാനും ഇവിടെ തോറ്റു. ഞാൻ തോറ്റു കഴിഞ്ഞ് ഞാൻ പ്രിൻസിപ്പൽ ഏറ്റവും തോറ്റു കഴിഞ്ഞാൽ സാറേ എന്നോടൊരു മനസാക്ഷി കാണിക്കാമായിരുന്നു കേട്ടോ സാറേ, എനിക്ക് തോക്കാനായിട്ട് എനിക്ക് സീറ്റ് തരാമായിരുന്നു സജി, പറ്റിപ്പോയി കുണ്ടിതമുണ്ടായിരുന്നു. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് വിട്ടതിന് സാറിന് വലിയ കുണ്ടിതമുണ്ട് എനിക്കറിയാം. സാർ എന്നെ പലവട്ടം വിളിച്ചു. പറയാം, ഞാൻ പറയില്ല ഇനി മോൻസുള്ള പാർട്ടിക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്, മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. അത് മാത്രം എത്രയോ പ്രാവശ്യം എന്നെ ചീത്ത വിളിച്ചു, ഒരു ആവശ്യമില്ലാതെ. നിസാര കേസിലാണ്. പുള്ള ഫോട്ടോ ചെറുതായി പോയി. പുള്ള ഫോട്ടോ ചെറുതായിട്ടില്ല. അതായത് അതിന്റെ കഥ എന്നാ വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ വരുന്ന പ്രോഗ്രാമിന്റെ അകത്ത് വന്നപ്പം UDF സംസ്ഥാന നേതാക്കളെല്ലാം പടം വെക്കണമെന്ന് ഹെമൻ ഹസൻ പറഞ്ഞു. ഞാൻ വെച്ച് കഴിഞ്ഞപ്പം ജോണും അനൂപ് ജാക്കബും ഒക്കെ ഉണ്ട്. കോട്ടയം ജില്ലയിൽ നിന്ന് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ തിരുവഞ്ചൂരും മോൻസും സംസ്ഥാന UDF ടീമിൽ ഇല്ലല്ലോ. എങ്കിലും ഞാൻ എന്നെ ചെയ്തു വെക്കണ്ടേ ഇവരെ പടം കൂടെ. ഞാൻ എൻ്റെ പടത്തിന് മേളിൽ മറ്റേ സംസ്ഥാന നേതാക്കളെക്കാൾ വലുത് ഇപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാണിക്കാം. തിരുവഞ്ചൂരിൻ്റെ മോൻസിനെയും പടം വലുതായിട്ട് വെച്ചു. ഞാൻ എന്നിട്ട് വന്ന് വീട്ടിൽ വന്ന് കുരിശ് വരിക്കുക. അപ്പോൾ ഇതെല്ലാം ഡയറക്ഷൻ കൊടുക്കാൻ ആളുണ്ട്. പുള്ളി വിളിച്ചാൽ ഇവിടെ നീ എന്നെ മോൻസ് എന്നെ തിരുവഞ്ചൂരുടെ മൂലയ്ക്ക് ഇരുത്താന്നാണ് വിചാരിച്ചത്. ഞാൻ ചോദിച്ചു എന്നാ നേതാവേ, ജോൺ ആരാ, അനൂപ് ജേക്കബ് ആരാ, മറ്റേ പിന്നക്കാരാ, ഞാൻ മുൻ മന്ത്രിയാ. ഞാൻ പറഞ്ഞ നേതാവേ അവർ UDF സംസ്ഥാന ലീഡേഴ്സ്, അതിനകത്ത് നിങ്ങളില്ല. എൻ്റെ മര്യാദയ്ക്ക് ഞാൻ നിങ്ങളുടെ പടം പറ്റുന്നേ ഉള്ളൂ. എന്നാ ഔദാര്യമാണോ എന്നാ പുള്ളി ചോദിച്ചു. ചീത്ത പറഞ്ഞു. ഞാൻ അന്ന് എന്നെ പറയാനാ. അതുപോലെ തന്നെ ഒരു ദിവസം UDF മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മണ്ഡലത്തിലുള്ള ഒരു മാഞ്ഞൂർ മോഹൻകുമാറിൻ്റെ പേര് വേറൊരാളുടെ പേരിൻ്റെ താഴെ വന്നു. ഞാൻ ചോദിച്ചു നേതാവേ ഒരാളുടെ പേര് താഴെ പോയതല്ലേ ഉള്ളൂ, ഒരു സംസ്ഥാനത്തിൻ്റെ പേര് വിട്ടുപോയി, അയാൾക്ക് കുഴപ്പമില്ല, ഞാൻ വിട്ടുപോയത് അടുത്ത പ്രാവശ്യം നോക്കി ചെയ്തോളാം. എന്ത് ഭയങ്കര ഫയറി ഒരു KSC നേതാവിൻ്റെ ഒരു ലെവലിലേക്ക് ഇന്ന് പുള്ളി അതുപോലെ അവിടെ പോയിട്ടില്ല. പിന്നെ ഞാൻ പുറത്ത് പോകണം, എന്നെ പുറത്ത് വിട്ടേ മതിയാവൂ എന്ന് പുള്ളിയൊക്കെ തീരുമാനിച്ചു. പിന്നെ ഞാൻ അവിടെ ഏറ്റവും വലിയൊരു കാര്യമുണ്ടോ, പുള്ളി എല്ലാ സംവിധാനങ്ങളുണ്ട്, പാർട്ടി ഉണ്ട്, പണമുണ്ട്, ഇതൊക്കെ എൻ്റെ വളരെ കുറവാണ്. ഞാൻ പിന്നെ ഏറ്റുമുട്ടാനില്ലാതെ സാധുവായ ഞാൻ ഇറങ്ങി പോരുക എന്നതിൽ ബുദ്ധിയുള്ളൂ, ഞാൻ അതേ ചെയ്തുള്ളൂ. അല്ല എനിക്ക് UDF അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോടോ ഒരു പിണക്കവും ഇല്ല. പക്ഷേ ഇന്നും ഞാൻ പറയുന്നു, ആ പാർട്ടിയിലെ മുഴുവൻ പ്രവർത്തകരും എന്നെ തിരിച്ചു പറഞ്ഞ് വിളിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും ഇല്ല. അബു ജോൺ ജോസഫ് എന്നെ പലപ്പോഴും പലതരത്തിലും ബന്ധപ്പെട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, സോറി എന്നാണ്. ഞാൻ അദ്ദേഹത്തിനൊക്കെ വേണ്ടിയാണ് അദ്ദേഹത്തിനും വേണ്ടി ഞാൻ ബലിയാടായി. അദ്ദേഹത്തെ ഒരു ഞാൻ കോട്ടയത്ത് ഒരു മീറ്റിങ്ങിന് കൊണ്ടുവന്നു. അന്നെന്തെല്ലാം കലാപം ഉണ്ടായതെന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മൾ UDF ഭാഗമല്ലേ, കൂടുതൽ പറയുന്നില്ല. ഏതൊക്കെയാലും സജീവ മഞ്ഞക്കടപ്പിന് വീണ്ടും സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനും ഈ വ്യാജ കേസുകളൊക്കെ അതിജീവിച്ച് മുന്നേറാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.